അങ്ങനെ ചില്ലു സുനി ജയിച്ചിരിക്കുകയാണ്. സ്വിഫ്റ്റ് കാർ പോവുകയുമില്ല, വാഗണർ കാർ കിട്ടുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ആര് ജയിക്കുമെന്ന് വാശികേറിയ ഒരു ബെറ്റിന്റെ ഫലവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. കോൺഗ്രസ് പ്രവർത്തകനായ തെക്കൻ ബൈജുവും BJP പ്രവർത്തകൻ ചില്ലി സുനിയും തമ്മിൽ തൃശൂരിൽ ആര് ജയിക്കുമെന്നായിരുന്നു ബെറ്റ് വെച്ചത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധേയമാണ്. മുരളീധരനാണ് ജയിക്കുന്നതെങ്കിൽ സുനിയുടെ സ്വിഫ്റ്റ് കാർ ബൈജുവിന് കൊടുക്കുമെന്നായിരുന്നു പന്തയം. ബെറ്റ് വയ്ക്കുമ്പോൾ സാക്ഷികളടക്കം ചുറ്റുമുണ്ടായിരുന്നു. മാത്രമല്ല ഇതിന്റെ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. ഇതിലിപ്പോൾ ചില്ലി സുനി തന്നെയാണ് പന്തയം വെക്കുന്നതിന്റെ വീഡിയോ അടക്കം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ആര് ജയിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകനായ തെക്കൻ ബൈജുവും താനും പറയുന്നുവെന്നും തമ്മിൽ ബെറ്റ് വെച്ചിട്ടുണ്ടെന്നുമുള്ള അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത്. ഇതിലാണ് ഇപ്പോൾ ചില്ലി സുനി ജയിച്ചു എന്ന സോഷ്യൽ മീഡിയ അടക്കം ആഘോഷിക്കുന്നത്. അതായത് നിലവിൽ 12-18 വരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ 60,743 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയിരിക്കുന്നത്. അതേസമയം ചരിത്രം കുറിച്ചുകൊണ്ട് BJP കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നതും. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ കാണുന്നത്. ഏറ്റവും ഒടുവിലായി വിവരം ലഭിക്കുമ്പോൾ 60,346 വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. തൃശൂരിൽ 20,000 വോട്ടിന്റെ സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് BJP ജില്ലാ നേതൃത്വം തന്നെ വിലയിരുത്തുന്നത്. എന്നാൽ ഈ കണക്കുകളൊക്കെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ സുരേഷ് ഗോപിയിലേക്ക് കേന്ദ്രീകരിച്ചുവെന്ന് വേണം കരുതാൻ. കെ മുരളീധരന് ഒരു ഘട്ടത്തിൽ പോലും മുന്നിൽ വരാൻ കഴിയാത്തത് ഇവിടെ അടിവരയിട്ട് പറയുകയാണ്. അത് മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന മേഖലയെ നാട്ടികയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരിക്കുന്നു. കരുവന്നൂർ അഴിമതി കേസിലെ ഇടപെടൽ തുണയായിരിക്കുന്നു എന്നതിൽ സംശയമില്ല. മാത്രമല്ല 2019 തോൽവിയേറ്റെങ്കിലും മണ്ഡലം നിറഞ്ഞു നിന്ന സുരേഷ് ഗോപി ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളിൽ ശക്തമായി തന്നെ ഇടപെട്ടിരുന്നു. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ആകെ സുരേഷ് ഗോപിക്ക് 2,93,822 വോട്ടുകളാണ് ലഭിച്ചത്. നിലവിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്താണ്. മാധ്യമപ്പടം മുഴുവൻ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ തന്നെയുണ്ട്. സിനിമയിൽ പോലും കാണാത്തത്ര മാസ് എൻട്രിയോടെ തന്നെയായിരിക്കും തൃശൂരിലേക്കുള്ള സുരേഷിന്റെ യാത്രയെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയമുറപ്പിച്ച NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സന്ദർശിച്ചിരിക്കുകയാണ് പ്രകാശ് ജാവ്ദേക്കർ. ലീഡ് നില 1,00,000-ലേറെ കടന്നതോടെയാണ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാവ് കൂടിയ പ്രകാശ് ജാവ്ദേക്കർ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വസതിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഉള്ളത്. ഇവിടെ എത്തിയാണ് പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ അഭിനന്ദിച്ചിരിക്കുന്നതും. കേരളത്തിൽ BJP ചരിത്രം രചിച്ചിരിക്കുകയാണെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള രാഷ്ട്രീയം മാറ്റിമറിച്ചു. കേരളത്തിലെ BJP പ്രവർത്തകർ ഏറെ ത്യാഗങ്ങൾ സഹിച്ചതിന് ലഭിച്ച അംഗീകാരമിതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തൃശൂരും തിരുവനന്തപുരവും 2 MPമാരുടെ വിജയം കേരളത്തിൽ ഉറപ്പിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അന്തിമ ഫലത്തിന് പിന്നാലെ പാർട്ടി ഇത് ആഘോഷിക്കുമെന്നും കേരളത്തിലെ പ്രവർത്തകർക്ക് ഏറെ സന്തോഷം തരുന്ന വാർത്തയാണിതെന്നും 75 വർഷമാണിതെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരിക്കുന്നത്. LDF-ഉം UDF-ഉം ജനങ്ങളോട് വേർതിരിവ് കാണിച്ചു. നരേന്ദ്രമോദി അങ്ങനെ കാണിച്ചില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങൾക്ക് മോദി ഭരണത്തിന്റെ പുരോഗതി കാണാം. മോദിയുടെ ജനക്ഷേമ പദ്ധതികൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ വിജയമെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.